വല്ലാർപാടം ടെർമിനൽ കൊച്ചിയിലെ കണ്ടെയ്നർ ടെർമിനൽ, പ്രാദേശികമായി വല്ലാർപാടം ടെർമിനൽ എന്നറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ ICTT, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലും സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ കണ്ടെയ്നർ ടെർമിനലുമാണ്. ഇത് കൊച്ചി തുറമുഖത്തിൻ്റെ ഭാഗമാണ്. എറണാകുളം ജില്ലയിലെ വല്ലാർപാടം ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നു. 2011 ഫെബ്രുവരി 11 ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ പ്രതിവർഷം 1 ദശലക്ഷം TEU, അതായത് 24 ഇക്വലൻ്റ് യൂണിറ്റ്സ് കൈകാര്യം ചെയ്യാൻ കഴിയും. 2023 പുതിയ ക്രെയിനുകളും മറ്റ് വിപുലീകരണങ്ങളും വഴി ഇതിൻ്റെ ശേഷി 1.4 ദശലക്ഷം TEU ആയി ഉയർന്നു. മൂന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ 5.5 TEU കൈകാര്യം ചെയ്യാൻ കഴിയും. ദുബായ് പോർട്ട് വേൾഡ്, അതായത് DP വേൾഡ് 30 വർഷത്തേക്ക് ടെർമിനൽ നടത്തുന്നു. തുടർന്ന് നിയന്ത്രണം കൊച്ചി പോർട്ട് ട്രസ്റ്റിന് കൈമാറും. കിഴക്ക് പടിഞ്ഞാറ് അന്താരാഷ്ട്ര ഷിപ്പിംഗ് ലൈനുകളിൽ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് ടെർമിനൽ. 16 മീറ്റർ ഡ്രാഫ്റ്റ് ഉള്ളതിനാൽ ശ്രീലങ്കയിലെയും സിംഗപ്പൂരിലെയും ടെർമിനലുകൾക്ക് ബദലായി ഇന്ത്യൻ വിപണിക്ക് ട്രാൻസ്ഷിപ്മെൻറ്റ് സൗകര്യം നൽകുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ: 600 മീറ്റർ നീളമുള്ള ക്വേ, 14.5 മീറ്റർ ഡ്രാഫ്റ്റ്, 2023 ചേർത്ത 2 STS മെഗാമാക്സ് ക്രെയിനുകൾ ഉൾപ്പെടെ 6 പുതിയ ക്രെയിനുകൾ, 4 വരി ഹൈവേ വഴി ദേശീയപാതകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. 4.62 കിലോമീറ്റർ നീളമുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റെയിൽ പാലം വഴി റെയിൽ കണക്ടിവിറ്റി. DP വേൾഡിൻ്റെ സോഡിയ കണ്ടെയ്നർ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തത്സമയ കണ്ടെയ്നർ ട്രാക്കിങ്ങും ഓട്ടോമാറ്റഡ് ബില്ലിങ്ങും നടത്തുന്നു. കേരളത്തിൻ്റെ ആന്തരിക ജലപാതകൾ ഉപയോഗിച്ച് ബാർജിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നു. 2024 15,934 TEU ശേഷിയുള്ള MSC മാര എന്ന കണ്ടെയ്നർ ICTTയിൽ എത്തി. ഇത് ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തിയ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നാണ്. 2023 ഡിസംബറിൽ പുതിയ മെഗാമാക്സ് ക്രെയിനുകൾ സ്ഥാപിച്ചതോടെ ടെർമിനലിൻ്റെ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി വർദ്ധിച്ചു. 2025 വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനലിൻ്റെ വരവോടെ മത്സരം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 25 വർഷത്തെ മാസ്റ്റർ പ്ലാൻ ആവശ്യപ്പെട്ട് കൊച്ചി പോർട്ട് ജോയിൻറ്റ് ട്രേഡ് യൂണിയൻ ഫോറം രംഗത്തെത്തി. ഡോക്ടർ ബാബു പോൾ IAS ആണ് ഈ പദ്ധതി ആദ്യം നിർദ്ദേശിച്ചത്. 2005 DP വേൾഡുമായി കരാർ ഒപ്പിട്ടു. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ അടിസ്ഥാന ശില സ്ഥാപിച്ചു.